ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 21, ഒന്നാമത്തെ വായനാ ഭാഗം 2 ശമൂവേൽ 6-ാം അധ്യായം. ഇപ്പോൾ ദാവീദ് യെരുശലേമിൽ വന്നു. ശേഷം ദാവീദ് ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരണമല്ലോ. അതിനുവേണ്ടി ആലോചിക്കുകയാണ്. അങ്ങനെ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൽ നിന്ന് 30,000 ആളുകളെ കൂട്ടി വരുത്തി ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി ബാലെ യഹൂദായിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയി. ദൈവത്തിൻ്റെ പെട്ടകം അത് അബീനാദാബിൻ്റെ വീട്ടിലിരിക്കുകയാണല്ലോ. നമ്മൾ നേരത്തെ 1 ശമൂവേൽ 7-ാം അധ്യായത്തിലോ ആണെന്ന് തോന്നുന്നു, അതോ 6-ാം അധ്യായത്തിലോ. അത് അബീനാദാബിൻ്റെ വീട്ടിൽ, അതായത് ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ട് പോയി. ഫെലിസ്ത്യർ അവിടുന്ന് എലിയും പിന്നെ മറ്റേ മൂലക്കുരു, കുരുക്കളൊക്കെ ആയിട്ട് അയച്ചത് തന്നെ പോയി വണ്ടി കയറ്റി വിട്ടത്. അത് ബേത്ത്ശേമെശിൽ വന്നു. അവിടെ ഒരു വലിയ സംഹാരം നടത്തി ദൈവം അവരുടെ പ്രവൃത്തി കാരണം. പിന്നെ അത് അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. അബീനാദാബ് അവിടെ കൊണ്ടുപോയി ദൈവത്തിന് പ്രസാദമായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അബീനാദാബിൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ അവ ദൈവത്തിന് പെട്ട ഒരു വണ്ടിയിൽ കയറ്റി അവിടുന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ 2 ഉസ്സയും അഹ്യോവുമാണ് ആ വണ്ടി തെളിച്ചത്. കാളവണ്ടിയാണ് വണ്ടി എന്ന് പറയുമ്പോൾ. അവരത് കൊണ്ട് മുമ്പോട്ടിങ്ങോട്ട് വരുമ്പോൾ അവിടെ കിന്നരം, വാദിത്രം, പിന്നെ വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നീ സകല ശബ്ദങ്ങളോട് കൂടി നൃത്തം ചെയ്തൊക്കെയാണ് കൊണ്ടുവന്നത്. കാള വിരണ്ടു. അപ്പോൾ പെട്ടകം മറിയുമെന്ന് കണ്ടിട്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിൻ്റെ പെട്ടകത്തിൽ പിടിച്ചു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം വന്നിട്ട് ഉസ്സ അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. ദാവീദ് ഇത് കണ്ടിട്ട് അങ്ങ് ഭയപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? എന്തോ ചെയ്യാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്നുള്ളത് ദാവീദിന് മനസ്സിലായി. അങ്ങനെ ആ പെട്ടകം ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ യഹോവ ഓബേദ്ഏദോമിനെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. പക്ഷേ ഈ പെട്ടകം എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് ചിന്തിച്ചു. പിന്നെ ദാവീദ് പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്, പുറപ്പാട് പുസ്തകമോ അതിൽ ഞാൻ ആ അധ്യായം ഓർക്കുന്നില്ല, ഖദിനമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കണം, അതിൻ്റെ വളയങ്ങൾ ചെലുത്തണം, വളയങ്ങൾ ഉണ്ടാക്കണം, ആ വളയത്തിൽ തണ്ട് ചെലുത്തി ആ തണ്ട് ആളുകൾ തോളിൽ ചുമന്ന് വേണം കൊണ്ടുവരേണ്ടത്. നമ്മൾ പലയിടത്തും ഈ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിലൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഉരുണ്ട തടി കൊണ്ടുള്ള നീളമുള്ള കമ്പ് അല്ലെങ്കിൽ തടി 2 സൈഡിൽ വെച്ച് അതിൽ ഇപ്പുറത്ത് 2 പേർ, അപ്പുറത്ത് 2 പേർ, അല്ലെങ്കിൽ ഇപ്പുറത്ത് 4 പേർ, അപ്പുറത്ത് 4 പേർ അതിനെ ചുമന്നുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആരംഭം. ഇവിടെയാണ് ദൈവം ചെയ്തതിൻ്റെ തുടർച്ചയാണ് അവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് മനസ്സിലാവുകയും അത് പ്രകാരം അങ്ങനെ കൊണ്ടുവരികയും ചെയ്തു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവരൊരു കാളയെയും തലിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹോവ മുമ്പാകെ നൃത്തം ചെയ്തു. ദാവീദും മറ്റു ആളുകളെക്കാളും ശക്തമായി നൃത്തം ചെയ്തു. അങ്ങനെ അവർ പെട്ടകം കൊണ്ടുവന്നു. അപ്പോഴീ ദാവീദിൻ്റെ മകള് കൊട്ടാരത്തിൻ്റെ കിളിവാതിൽ കൂടെ നോക്കുമ്പം ദാവീദ് രാജാവ് ഇങ്ങനെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. എന്നിട്ട് ആ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അടിച്ചിരുന്ന കൂടാരത്തിൽ അതിൻ്റെ യഥാസ്ഥാനത്ത് വെച്ചു. പിന്നെ യാഗങ്ങളൊക്കെ അർപ്പിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും ഇത് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഈ മീഖൾ പറയുകയാണ്, നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നത് പോലെ ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികളെ കാണെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവൻ എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിൽ നോക്കി നിന്ദിച്ച
അവളിപ്പോൾ പറയുന്നത് ഇസ്രായേൽ രാജാവ് എത്ര മഹത്വമുള്ളവനാണ്. യഥാർത്ഥത്തിൽ അത് ഒരു അഭിനന്ദനമാണോ അതോ വീണ്ടും നിന്ദിച്ചതാണോ? ആ നേരത്തെ ഹൃദയത്തിൽ തോന്നിയ നിന്ന ഇപ്പോൾ വാക്കുകളായിട്ട് പുറത്തു വന്നതാണോന്ന് എനിക്കത്ര ഉറപ്പില്ല. പക്ഷെ അത് ചിലപ്പോൾ അത് കളിയാക്കിയതാകാനാണ് സാധ്യത. അതായത് നിസ്സാരന്മാരിൽ ഒരുത്തൻ, അപ്പം നിസ്സാരൻ ആണെന്നുള്ള കാര്യം അവിടെ കൺഫേമായി. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നവർ, ഞാൻ നിസ്സാരനാണെന്ന് തെളിയിക്കുന്നത് പോലെ. നിസ്സാരനാണ്, പക്ഷെ മറ്റാർക്കും അറിയില്ല. പക്ഷെ അയാൾ തന്നെ പറയുകയാണ് ഞാൻ നിസ്സാരനാണ്. ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണുക, ഏറ്റവും താഴെയുള്ള ദാസികളുടെ മുമ്പിലാണ് അനാവൃതരാക്കിയത്. അപ്പം നിസ്സാരനായ അയാൾ തന്നെത്താൻ അനാവൃതനാക്കി തന്നെത്താൻ തന്നെ നിന്ദിതനായി നിൽക്കുന്നൊരവസ്ഥയാണ്. അങ്ങനെ ചെയ്ത രാജാവ് എത്ര മഹത്വമുള്ളവെന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ദാവീദിൻ്റെ മറുപടി കേൾക്കുമ്പം അത് കളിയാക്കിയതിനുള്ള മറുപടി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതവിടെ പറഞ്ഞെന്താണ്? യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ, അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവായി നിയമിക്കുവാൻ തക്കവണ്ണം നിൻ്റെ അപ്പനിലും അവൻ്റെ അതായത് നിൻ്റെ അപ്പനായ ശൗലിൻ്റെ സകല ഗ്രഹത്തിലുപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതെ യഹോവയുടെ മുമ്പാകെ തന്നെ ഞാൻ ഇതിലും ഹീനനായി ഇരിക്കും, ഇതിലും അപ്പുറം കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ കൂടുതൽ അനാവൃതനാക്കപ്പെടും, അല്ലെങ്കിൽ കൂടുതൽ ആ വാക്കെന്താണ്, നിസ്സാരനാക്കും. എന്നെ തന്നെ ഞാൻ നിസ്സാരനാക്കും. എനിക്ക് സാരമില്ല, കാരണം ഞാൻ ദൈവത്തിന് മുമ്പിലാണ് അത് ചെയ്യുന്നത്, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് മറുപടിയുണ്ട്. അങ്ങനെ വരുമ്പം നീ പറഞ്ഞ ദാസികളാൽ എനിക്ക് മഹത്വമുണ്ടാകും. നീ കളിയാക്കുന്ന എന്നല്ലേ പറയുന്നു, പക്ഷേ എനിക്ക് മഹത്വമുണ്ടാകുകയുള്ളൂ എന്ന് ദാവീദ് പറയുകയാണ്. അവിടെ ദാവീദിൻ്റെ ആ ദൈവം, നമ്മൾ നേരത്തെ കണ്ട ദാവീദിൻ്റെ മാതൃകയാക്കാവുന്ന, തനിക്ക് ദൈവത്തിന് മുമ്പിൽ ഇനി എത്രത്തോളം താഴുന്നതിനും ഒരു സങ്കടവുമില്ല, എല്ലാം സന്തോഷത്തോടെയും തൃപ്തിയോടെയും പൂർണ്ണ മനസ്സോടെയും കൂടെ ചെയ്യുന്നതാണ് ദാവീദ്. ദാവീദിന് ദൈവത്തെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ എന്തും ഏത് വിഷയം വന്നാലും ദാവീദ് ദൈവത്തോട് ആലോചിക്കാതെ കാര്യവും ചെയ്യാറില്ല. ദൈവത്തോട് ആലോചിക്കാതെ ചെയ്ത കാര്യത്തിന് ദാവീദിന് പണിയും കിട്ടിയിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തെന്ന് തിരിച്ചറിയാതെ അബദ്ധത്തിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട് ദാവീദ്. പക്ഷേ ദാവീദിൻ്റെ പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തോട് ആലോചന ചോദിക്കും, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കും, ദൈവത്തിന് മുമ്പിൽ തന്നെ താഴ്ത്തും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ ബന്ധം ദൈവം. ദാവീദ് എന്നൊരു വ്യക്തി, ആ ദാവീദിൻ്റെ അബ്രഹാമിൻ്റെ സന്തതി എന്ന് യേശുക്രിസ്തുവിനെ പറയുന്നത് പോലെ തന്നെയാണ് ദാവീദിൻ്റെ സന്തതി എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അപ്പൻ ആകാൻ യോഗ്യനാക്കാൻ ദൈവത്തിന് ഇടയാക്കിയ തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളുള്ള മനുഷ്യനായിരുന്നു ദാവീദെന്ന് പ്രത്യേകം തന്നെ പറയണം. അത് പ്രത്യേകം പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് അതിനകത്തുനിന്ന് കണ്ടെത്താനുള്ള മാതൃകകളുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം. ഇവിടെയും തുടർന്നും ദൈവം യിരെമ്യാ പ്രവാചകൻ്റെ കൂടെ സംസാരിക്കുകയാണ്. വീണ്ടും 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 പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെ, അല്ലെങ്കിൽ വിവിധമായ രീതിയിൽ പറയുകയാണ്. ഒന്നത്രേ ഉള്ളൂ ബേസിക്കലി. അത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനം, ദൈവത്തെ അനുസരിക്കാത്ത ജനം, ദൈവത്തിൻ്റെ സ്ഥാനത്ത്, ജീവനുള്ള ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർജീവമായ ക്ഷയിച്ച സാധനങ്ങളെ വെച്ചിട്ട് അതിനെ ദൈവമെന്ന് പറയുന്ന ജനം. ഇതാണ് അവിടുത്തെ അടിസ്ഥാനം. ഇതുപോലെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പന ശ്രദ്ധിക്കണം. അതെന്താണ്? 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്. അബ്രഹാമിൻ്റെ സന്തതിയായി യാക്കോബിൻ്റെ സന്തതി, ഇസ്ഹാക്കിൻ്റെ സന്തതിയായി യാക്കോബിൻ്റെ സന്തതി പരമ്പരകളിൽ നിന്ന് തനിക്കൊരു രാജ്യത്തെ തിരഞ്ഞെടുത്ത ജനം, ദൈവം. ആ ദൈവം, ഈ ഇസ്രായേലിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ മാത്രം ദൈവം എന്ന രീതിയിൽ അതിനെ കാണുമ്പോൾ, അവരെനിക്ക് വേർതിരിക്കപ്പെട്ട ജനം, ഹോളി പീപ്പിൾ, വേർതിരിക്കപ്പെട്ട ജനം, ഹോളി ബൈബിൾ, വേർതിരിക്കപ്പെട്ട പുസ്തകം, ഹോളി ഗാഡ്, വേർതിരിക്കപ്പെട്ട ദൈവം, ഹോളി ഫെയ്ത്ത്, വേർതിരിക്കപ്പെട്ട വിശ്വാസം. ഇത് ലോകത്തെല്ലാം വേർതിരിക്കപ്പെട്ടാണ്. ഇതുപോലെ ഒന്നും വേറെ കാണില്ല. അത് ഈ ദൈവവും വേർതിരിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ ജനവും വേർതിരിക്കപ്പെട്ടത്. അത് ലോകത്ത് ഒരു ജനവുമായിട്ടും മിങ്കിൾ ചെയ്യാനൊക്കത്തില്ല, അത് വേർതിരിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദൈവവും ലോകത്തെ ഒരു ദൈവങ്ങളുമായിട്ടും സാമ്യമുള്ളതോ ദൈവമായിട്ട് ചേർക്കാനോ പറ്റിയതുള്ളൂ. ഈ ദൈവം ദൈവമായി വ്യത്യസ്തനായി വേർതിരിക്കപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങനെയുള്ള വേർപാട് ഉള്ള ഈ ജനവും ദൈവവും വിശ്വാസവും പുസ്തകവും
ഒക്കെ ആക്കി മാറ്റിവെച്ചിരിക്കുന്ന ഈ ജനം, അവരെ സ്നേഹിച്ച ജനം, അവർക്ക് വേണ്ടി കരുതുന്ന ജനം, അവരുടെ കൂടെ ഇരിക്കുന്ന ദൈവം, ഈ ദൈവത്തോട് അവർ അവിശ്വസ്തത കാണിക്കുന്നു എന്നുള്ളത്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. അത് ലോകത്തെ മറ്റാരോടും പറഞ്ഞതല്ല, ഇസ്രായേലിനോട് പറഞ്ഞതാണ്. ആ ഇസ്രായേൽ അത് തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിന് ഏറ്റവും ഏറ്റവും കോപവും ഇഷ്ടമില്ലായ്മയും അപ്രസാദമായ കാര്യമാണ് തന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തിൻ്റെ പുറകെ പോകുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും വിഷയവും. ഇവിടെ പറയുന്നത്, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ആവർത്തനം 4 4-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ പറ്റും. അതുപോലെ ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകും ദേശം കൊടുക്കും എന്നിങ്ങനെ ഞാൻ അവരോട് സത്യം ചെയ്ത് ഞാൻ നിവർത്തിക്കേണ്ടത് തന്നെ ഇതെല്ലാം പറയുന്നത് എന്നാണ്. നീ യഹൂദ പട്ടണങ്ങളിൽ യെരൂശലേമിൻ്റെ വീഥികൾ. അപ്പം ഇനി യിരെമ്യാ പ്രവചന ദൈവം പറയുകയാണ്, നീ യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ വീഥികളിലും ഈ വചനങ്ങളൊക്കെയും വിളിച്ചു പറയുക. ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തു കൊള്ളുവിൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടപെടാതെയും അവരോട് എൻ്റെ വാക്ക് കേൾപ്പിൻ എന്ന് പറഞ്ഞ് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരോ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം നടന്നു. ആകയാൽ ഞാൻ അവരോട് ചെയ്യുവാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതിരിക്കുന്നതുമായ ഈ നിയമത്തിൻ്റെ വചനങ്ങളെപ്പോലെയൊക്കെയും ഞാൻ അവരുടെ മേൽ വരുത്തിയിരിക്കുന്നു. അവർ എൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പൂർവ്വപിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും ലംഘിച്ചിരിക്കുന്നു. ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും. അവർ എന്നോട് നിലവിളിച്ചാൽ ഞാൻ കേൾക്കുകയില്ല. അത് തീരുമാനിച്ച അനർത്ഥത്തിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അനർത്ഥം എത്ര കാലമാണെന്ന് ദൈവം തീരുമാനിക്കുന്ന കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ ആ അനർത്ഥത്തിൽ പിടിക്കപ്പെട്ട അനർത്ഥം ആർക്ക് മേലാണ് വെച്ചിരുന്നത്, ആ ഒരു തലമുറ ഒഴിഞ്ഞു പോകുന്നത് വരെ ദൈവം അങ്ങോട്ട് ദർശിക്കുക പോലുമില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയോ പക്ഷപാതമോ കഴിക്കരുത്. അവർ അനർത്ഥം നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല എന്ന് യിരെമ്യാവോട് പറയുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അവൾ, അതായത് ഈ എൻ്റെ പ്രിയ ഇസ്രായേൽ, അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ. വിശുദ്ധ മാംസം എന്നെ വിട്ടുപോയിരിക്കുന്നു. ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു. യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനത് അറിഞ്ഞു. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, അന്ന് നീ അവരുടെ പ്രവൃത്തികൾ എനിക്ക് കാണിച്ചു തന്നു. യിരെമ്യാവെന്ന് ഞാനോ അറപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. അവൻ്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടി നശിപ്പിച്ചു ജീവനുള്ള ദേശത്തു നിന്ന് ഛേദിച്ചുകളക എന്നിങ്ങനെ അവർ എൻ്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല. നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയം ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവേ, അങ്ങ് അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. ഞാൻ എൻ്റെ വ്യവഹാരം അങ്ങയെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൈയാൽ അല്ല. അതുകൊണ്ട് ഇസ്രായേൽ ജനം, യഹൂദ ജനം യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞാണ്, നീ ഞങ്ങളുടെ കൈകൊണ്ട് മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെക്കുറിച്ച് ദൈവം പറയുകയാണ്, യൗവനക്കാർ വാൾ കൊണ്ട് മരിക്കും, അവരുടെ പുത്രന്മാരും ക്ഷാമം കൊണ്ട് മരിക്കും. ഞാൻ അനാഥത്വക്കാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുന്നത് കൊണ്ട് അവർ ഒരു ശേഷിപ്പും ഉണ്ടാകുകയില്ല എന്ന് സൈന്യങ്ങൾ യഹോവ അരുളിച്ചെയ്തു. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ തനിക്ക് അവർ ജീവഹാനി വരുത്താൻ നോക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞാണ്, നീ അവരെ ഓർത്ത് ഭയപ്പെടേണ്ട, അവരിൽ വലിയ സംഹാരം അല്ലെങ്കിൽ വലിയ ശിക്ഷ ഞാൻ അവർ കൊടുക്കും എന്ന് തന്നെയാണ് ദൈവം അവിടെ പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണല്ലോ ആദ്യം മുതലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു ഇസ്രായേലിനോട് ഇങ്ങനെ പറയണമെന്ന് പറയുമ്പം, ഞാൻ നിന്നെ അയക്കുന്നിടത്ത് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതൊക്കെ നീ അവരോട് പറയണം എന്ന് പറയുമ്പം അതിൻ്റെ തൊട്ട് താഴെയുണ്ട്, നീ ഭ്രമിക്കരുത്, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് തന്നെയാണ് യിരെമ്യാ പ്രവാചകന് ആദ്യം പ്രവചന ശുശ്രൂഷ ഏൽപ്പിക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്ന ഉറപ്പെന്നുള്ളത്. അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. നീ അവരെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട, നിന്നെ കൊല്ലുവാൻ വരുന്നവരെ ഓർത്ത് ഭയപ്പെടേണ്ട. ഇത് യിരെമ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, യിരെമ്യാ പ്രവാചകനെ പോലെ ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ട്
ദൈവമാണ് എന്നെ വിളിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ അനുസരിക്കാനും ആരാധിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ട നമുക്ക് ആ ദൈവം ഒരു ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞത്, നീ എൻ്റെ പുത്രൻ യേശുക്രിസ്തു, അവൻ പറയുന്നത് കേട്ട് അവൻ്റെ വാക്കുകൾ അനുസരിക്കുക എന്ന് പുരാതനമേ പറഞ്ഞ കാര്യം അത് സംഭവിച്ചു എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള കൃപയും ദൈവം നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെ ദൈവവും ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവും ഒക്കെ നമുക്ക് മുന്നോട്ട് നയിക്കപ്പെടുവാൻ നമുക്ക് ഒരു മാതൃക, ദാവീദിൻ്റെ മാതൃക പറഞ്ഞതുപോലെ ക്രിസ്തു അതിനേക്കാളും വലിയൊരു മാതൃക ദൈവം നമുക്ക് തന്നു. അപ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് നമുക്ക് വഴിതെറ്റി നടക്കുന്നവരായി തീരുവാനല്ല, യഥാർത്ഥത്തിൽ വഴി വെട്ടി തെളിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് നിനക്കുള്ള മാതൃക എന്ന് പറഞ്ഞ. അപ്പോൾ യേശുക്രിസ്തുവിന് അപ്പുറം വേറൊരു മാതൃകയില്ല. വേറെ പല മാതൃകകൾ, ഉദാത്തമായ മാതൃകകളുണ്ടെങ്കിലും അതിലെല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു മാതൃകയാണ് യേശുക്രിസ്തുവിൻ്റെ മാതൃക. അത്തരമൊരു മാതൃക, ജീവിച്ചിരിക്കുന്ന ഒരു മാതൃക നമ്മുടെ മുമ്പിൽ വരച്ചു തന്നിട്ടാണ് ദൈവം നമ്മളോട് അതിലൂടെ അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നമ്മളോട് കരുണ കാണിച്ച, നമ്മളോട് സ്നേഹം കാണിച്ച, നമ്മളെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ കൊടുക്കുവാൻ മനസ്സ് കാണിച്ച ദൈവം നമ്മളെ അത്രത്തോളം കരുതിയിട്ടുണ്ട്, ഈ യിരെമ്യാ പ്രവാചകനെ കരുതുന്ന പോലെ. ഈ ബോധത്തിൽ നമ്മൾ നടക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തോട് എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഭയവും ആകുലതയും ഇല്ലാതെ എത്തേണ്ടടുത്ത് എത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. മൂന്നാമത്തെ വായന ഭാഗത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം, അതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ അവസാനം 14-ാമത്തെ വാക്യത്തിൽ, വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ക്രിസ്തു ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. ഒരു കല്യാണവും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവരും ആ കല്യാണത്തിൻ്റെ പ്രധാനപ്പെട്ട ആളും, അതായത് കല്യാണം ക്ഷണിക്കുന്ന ആളും. അപ്പോൾ അദ്ദേഹം പോയി കല്യാണത്തിന് കുറേ ആളുകളെ ക്ഷണിച്ചു. അവർക്ക് പലർക്കും വരാൻ മനസ്സ് കാണിച്ചില്ല. വേറെ ആൾക്കാരെ അയച്ചു. അവരും അത് കല്യാണത്തിന് വരാൻ തയ്യാറി, എനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മകളുടെ വേറൊരു കാര്യമുണ്ട് എന്നൊക്കെ ഒഴിവൊഴിവ് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. അപ്പം ചില ദാസന്മാരെ അവർ പിടിച്ച് കൊന്നുകളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ രാജാവാണ് അവിടെ കല്യാണത്തിന് വിളിക്കുന്നത്. സൈന്യങ്ങളെ അയച്ച കൊലപാതകന്മാരെ മുടിച്ച് പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട് പറയുകയാണ്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഈ ഭൗതികമായൊരു കല്യാണത്തിൻ്റെ കാര്യത്തിലേക്ക് കാണണ്ട, അതിനപ്പുറത്തൊരു കാര്യത്തിലേക്ക് അതിനെ കാണണം. ദാസന്മാർ പോയി വഴിയിൽ കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ടെന്ന് പറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവകത്ത് വന്നപ്പോൾ അപ്പോൾ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും കല്യാണത്തിന് വന്നു. കല്യാണത്തിന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, കല്യാണത്തിന് പങ്കുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേറെ അയോഗ്യതയൊന്നുമില്ല. കല്യാണം കൂടാം, ഭക്ഷണം കഴിക്കാം. പക്ഷേ അവിടെ രാജാവ് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. അപ്പോൾ കല്യാണത്തിന് വസ്ത്രം കൊടുക്കും, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം കല്യാണത്തിനിരിക്കാൻ. അപ്പോൾ ഇത് അന്നത്തെ കാലത്തെ നിയമമാണ്. അപ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാതെ ഒരുത്തനവിടെ ഇരിക്കുന്നു. അവിടെ പ്രശ്നമായി. അപ്പോൾ അവന് വാക്കുമുട്ടിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കല്യാണത്തിന് വരാം, പക്ഷേ കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം വരാൻ. എന്താണ് കല്യാണ വസ്ത്രം എന്നൊക്കെ ഊഹിച്ച് മനസ്സിലാക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പോൾ ഈ സുവിശേഷം കേൾക്കുന്നവരും അനേകം പേർ സുവിശേഷം കേൾക്കും. വിളിക്കപ്പെട്ട് സുവിശേഷത്തിൽ ആകർഷിച്ചായി വരുന്നവരും അനേകർ കാണും. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകും. അവർ ഈ കല്യാണ വസ്ത്രം ധരിക്കുന്ന പോലുള്ള യോഗ്യതയെ സംബന്ധിച്ചാണ് കല്യാണ വസ്ത്രത്തിൻ്റെ യോഗ്യതയുള്ളവർ. യോഗ്യരാകുന്ന എവിടെ നിന്നാണ്? അത് അവരവർ തന്നെയാണ് യോഗ്യരാകാൻ ദൈവം എന്തുമാണ് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ജീവിച്ച് യോഗ്യതയോടെ ജീവിച്ച് ആ ദൈവരാജ്യത്തിൽ ഒരു ഉപമ എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചു എന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം എന്ന് 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം ഈ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, അതിൻ്റെ യോഗ്യതയാണ് ഇവിടെ കല്യാണ വസ്ത്രത്തോട് ഉപമിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ പരീശന്മാർ അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് അടുത്തു വന്നു.
ഗുരു നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കിക്കാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ എന്ത് തോന്നുന്നു? ഈ കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയാണോ? കൈസർ അല്ലല്ലോ നമ്മുടെ രാജാവ്. നമ്മുടെ രാജാവ് ഇസ്രായേൽ രാജാവായ അല്ലെങ്കിൽ വേറെയൊക്കെ ആശയങ്ങളാണല്ലോ. എന്നാൽ ജാതിക്കാരനായ അന്യദേശക്കാരനായ കൈസർ നമ്മളെ ഭരിക്കുന്നു. ആ കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. ഇത് കൊടുക്കാനാണ്, അല്ലാതെ കൈസറോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല. കൈസറെ അനുസരിച്ചും കൈസർക്ക് കൊമ്പിട്ടുമൊക്കെ നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ഇവർ. അപ്പം ഒരു നാണയം കൊണ്ടുവരാൻ പറയുന്നു. നാണയം കാണിച്ചിട്ട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടെയെന്ന് ചോദിക്കുന്നു. അത് കൈസറുടെ എന്ന് പറയുന്നു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറയുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു ഉത്തരമായിരുന്നു. അവർ ഒരു ജീവിതത്തിലും സ്വപ്നത്തിലും പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഉത്തരം. അപ്പോൾ അത് കണ്ടവർ ആശ്ചര്യപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പൊയ്ക്കളഞ്ഞു. അത് കഴിഞ്ഞ് സദൂക്യനും ഒരു പരീക്ഷിക്കാനായിട്ട് അവിടെ യേശുക്രിസ്തുവിൻ്റെ അടുക്ക വരികയാണ്. പുനരുത്ഥാനമില്ലെന്നാണ് അവർ പറയുന്നത്. പുനരുത്ഥാനമില്ല. അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഭാഗമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ വരും. സങ്കീർത്തനത്തിലും വായിച്ച ഒരു കാര്യത്തിന് നമ്മൾ വിശദീകരണം പറഞ്ഞല്ലോ. പുനരുത്ഥാനം ഇല്ലെന്ന് പറഞ്ഞ് സദൂക്യർ വന്നിട്ട് പറയുകയാണ് ഒരു കാര്യം. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം നടത്തണം. ദേവർ എന്ന് പറയുന്നത് അറിയാം, ദേവര വിവാഹം. അപ്പോൾ ഒരു മൂത്ത മകൻ ഭാര്യയുണ്ട്, ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചാൽ എൻ്റെ തൊട്ടടുത്ത അനിയൻ ചേട്ടൻ്റെ ഭാര്യയായി സ്വീകരിക്കണം. അതാണ് നിയമം. അതന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ പറയാണ്, ഈ ഉദാഹരണത്തിൽ ചോദിക്കുന്നത് ആ സഹോദരനും മരിച്ചുപോയി. അപ്പം അടുത്ത സഹോദരൻ ആ സ്ത്രീക്ക്, ആദ്യത്തെ ചേട്ടൻ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവായി. അടുത്തവനും മരിച്ചു, അപ്പോഴും ഭാര്യയായി. അടുത്തവനും മരിച്ചു, അപ്പോഴും ഭാര്യയായി. അടുത്തവനും മരിച്ചു, അടുത്തവന് ഭാര്യയായി. അങ്ങനെ 7 പേരുണ്ടായിരുന്നു. 7 പേരും മരിക്കുകയും അപ്പോൾ 7 പേർക്കും അവൾ ഭാര്യയാവുകയും അവസാനം ആ ഭാര്യയും മരിച്ചു. അപ്പം ചോദ്യം പുനരുത്ഥാനത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ പുനരുത്ഥാനത്തിൽ അത് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അതാണ് ചോദ്യം. ആരുടെ ഭാര്യയായിരിക്കും? അവർ 7 പേർക്കും ഭാര്യയായിരുന്നല്ലോ. അപ്പോൾ ക്രിസ്തു പറയുന്ന ഉത്തരവാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആരാണ്? ഈ 7 സഹോദരന്മാരും ഭാര്യയും. ഇവരൊന്നും പുനരുത്ഥാനത്തിൽ ഭാര്യാഭർത്താക്കന്മാരൊന്നുമല്ല. ഇവരെല്ലാവരും ദൈവദൂത തുല്യരാണ് എന്നാണ്. ഒരേ ക്ലാസ്, ഒരേ സ്റ്റാൻഡേർഡ്, ഒരേ ശരീരം, ഒരേ സ്വഭാവം. ഇതാണ് ദൈവദൂതന്മാർക്ക്. അങ്ങനെയാണ് ദൈവദൂതന്മാർക്ക്. അവരെ സംബന്ധിച്ചാൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. ആര്? ദൈവദൂതന്മാർ. അവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കുകയില്ല. അതിലും മറ്റൊരു കാര്യം, ദൈവദൂതന്മാർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല. അവരെ പോലെ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകില്ല. വിവാഹം കഴിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ആ സമയത്ത് ദൈവദൂതന്മാരുടെ മാനസികാവസ്ഥയായിരിക്കും ഈ ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക് ഉണ്ടാകുക. പുനരുത്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അപ്പോൾ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്ന് ക്രിസ്തു പറയുമ്പം അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും മരിച്ചു പോയല്ലോ. എന്നാൽ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അത് ജീവനുള്ളവരുടെ ദൈവമാണ്. അപ്പോൾ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും എന്നും എന്നേക്കും ജീവനുള്ളവരുടെ ദൈവം, അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്ന് എന്നേക്കും വിളിക്കപ്പെടണമെങ്കിൽ അവർക്ക് എന്നേക്കും ജീവനുണ്ടാകണം. അപ്പോൾ ആ തരത്തിലാണ് അതിനെ യേശുക്രിസ്തു കണക്ട് ചെയ്യുന്നത്. ജീവനുള്ളവരുടെ ദൈവമത്രേ, മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അപ്പോൾ അങ്ങനെ ജീവനുള്ളവരുടെ ഒരു വലിയ കൂട്ടത്തിൻ്റെ ദൈവമായി എന്നേക്കും ഇരിക്കുന്ന, അങ്ങനെ എന്നേക്കും ഇരിക്കുന്ന ജീവനുള്ളവരുടെ കൂട്ടം, ദൈവം, ഇതൊക്കെയും നമുക്ക് ഈ ഭാഗത്ത് വായിച്ചെടുക്കാം. നമ്മളത് തൊട്ടു മുമ്പ് വായിച്ച സങ്കീർത്തന പുസ്തകത്തിലേക്കും അവിടെ നിന്ന് ഞാൻ കണക്ട് ചെയ്ത്
ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് ഒക്കെ പോയത് ഓർക്കുന്നുവല്ലോ. വീണ്ടും സദൂക്യർ മിണ്ടാതാക്കിയതൊക്കെയും കേട്ടു. സദൂക്യർ മിണ്ടാതായിപ്പോയി, മറുപടി ഇല്ലാതെ ചൂളിപ്പോയി, മടങ്ങിപ്പോയി എന്ന് പരീശന്മാർ കേട്ടിട്ട് പരീശന്മാർ ഒന്ന് ഒന്നിച്ചുകൂടി ഒന്നുകൂടെ പരീക്ഷിക്കാം എന്നിട്ടൊരു വലിയ ഒരു കൽപ്പനയാണ് ചോദിക്കുന്നത്. അത് വളരെ ഉത്തരം പറയാൻ വളരെ പ്രയാസമുള്ള നമ്മളോട് ചോദിച്ചാൽ നമ്മളാരും ഉത്തരം പറയില്ല. അത്തരം ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത്? 600 ചില്ലുവാനോ കൽപ്പനയുള്ള ഒരു പുസ്തകത്തിൽ നിന്ന്, കൽപ്പനകളിൽ നിന്ന്, കൽപ്പന ആ കൂട്ടത്തിൽ നിന്ന് ഏത് കൽപ്പന വലിയത് എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ചിന്തിക്കും ആ കൽപ്പനയാണോ ഈ കൽപ്പനയാണോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ക്രിസ്തുവിന് അതിനെക്കുറിച്ച് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ക്രിസ്തു അവിടെ പറയും, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്കിത് കാണാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് കാണാം. നീ നിൻ്റെ ദൈവം, അത് ഇസ്രായേൽ ജനത്തോട് മോശെ അടുത്ത തലമുറയോട് ഓർമ്മിപ്പിക്കുന്നതാണ്. കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവരെ ഓർമ്മിപ്പിക്കുന്ന അതാണ് ആവർത്തനം. എല്ലാം ആവർത്തിച്ച് അവരെ അറിയിക്കുകയാണ്. ആ സമയം അതിനിടയിലാണ് ആ പുതിയ തലമുറയോടാണ് ഈ പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. അത് തന്നെയാണ് ക്രിസ്തുവിടെ പറയുന്നത്. ക്രിസ്തുവിനെ എവിടെ നിന്ന് കിട്ടുന്നു? ക്രിസ്തുവിന് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്, ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിന് ഈ കാര്യങ്ങൾ കിട്ടുന്നത്. അത് ക്രിസ്തു അതിലൂടെ ജനത്തിനോട് പ്രസ്താവിക്കുന്നു. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. അവർ ക്രിസ്തുവിനോട് ഏറ്റവും വലിയ കൽപ്പനയെ ചോദിച്ചുള്ളൂ. ക്രിസ്തു ഒരു കാര്യം കൂടെ പറഞ്ഞു, രണ്ടാമത്തെ കൽപ്പനയും പറഞ്ഞു. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതാണ് രണ്ടാമത്തെ കൽപ്പന. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. വേറൊരു കൽപ്പനയുടെ പുറത്തും അന്വേഷിച്ചു പോകണ്ട. ഈ രണ്ട് കൽപ്പന പാലിക്കാൻ കഴിയുമെങ്കിൽ ന്യായപ്രമാണം മുഴുവൻ പാലിച്ചതിന് തുല്യമാകും. കാരണം ദൈവത്തെ സ്നേഹിക്കുകയും മനസ്സോടെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പാപം ചെയ്യാനുള്ള ചിന്തയോ മനസ്സോ ഒന്നും ഉണ്ടാകില്ല. അത് നോർമലി ഓട്ടോമാറ്റിക്കലി അതങ്ങനെയാവും. യഥാർത്ഥ ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അതറിയാതെ തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകില്ല. ഇനി കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിച്ചാൽ, സഹോദരനെ, മറ്റു മനുഷ്യരെ, ലോകത്തുള്ള ജനങ്ങളെ ഒക്കെയും നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ സ്നേഹിച്ചാൽ അവരോട് നിനക്ക് ദോഷം ചെയ്യാൻ ഒക്കില്ല. അവരോടും ദോഷം ചെയ്യാനോ അവർക്കെതിരെ അസൂയ ചിന്തിക്കാനോ അവരെ നശിച്ച് കാണാനോ അവരെന്നേക്കാൾ മിടുക്കരാകരുതെന്നുള്ള ചിന്ത വരാനോ ഒരു കൈൻഡ് ഓഫ് തോട്ട്സും നമുക്ക് സഹോദരനെക്കുറിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ അവന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ട് സ്നേഹവും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും വേറെ മറ്റ് കൽപ്പനകളെ അന്വേഷിച്ച് പോകേണ്ട. ആ കൽപ്പനകളൊക്കെ നമുക്ക് നോർമലി ഓട്ടോമാറ്റിക്കലി ന്യായമായി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പാലിക്കുക തന്നെ ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. താങ്ക് യു. 3 വായനാഭാഗത്തിൽ നിന്ന് സംസാരിച്ചത് താങ്കൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകങ്ങളിലുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവർക്കും അറിവില്ലാത്തതുപോലെ എനിക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങളിൽ ചിലത് ആണ് സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് വച്ചിരിക്കുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ താങ്കൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നന്ദി.